ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബീഫ് കറി ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ഞാൻ 5 ഉള്ളി, 4 തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു വറ്റൽമുളക് ഇതെല്ലാം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ബീഫ് ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ അല്ല കേട്ടോ, ഓയിലാണേ. ഇനി നമുക്കതിലേക്ക് ആ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി കാച്ചിയെടുക്കാം. അതൊന്ന് കാച്ചി നല്ല മണം വന്നിട്ടാകുമ്പോൾ അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കറിവേപ്പിലയും കൂടി ഇട്ട് കുറച്ച് സമയം നമുക്ക് വറുത്തെടുക്കാം. ഇനി നമുക്കതിലേക്ക് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക കുറച്ച് സമയം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉള്ളി വേഗം ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടി നമുക്കതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് സമയം കൂടി ഒന്ന് വറുത്തെടുക്കാം. ഈ ഒരു ലെവലിലാകുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി മിക്സ് ആക്കിയിട്ട് നല്ലോണം കുറച്ച് സമയം കൂടി ഒന്ന് വറുത്ത് വേവിപ്പിച്ചെടുക്കാം. ഇനി നമുക്കതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇനി നമുക്കതൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ സ്പൂണിന് 4.5 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. നല്ല പച്ചമണം മാറുന്നവരെ നല്ലോണം ഒന്ന് ഇതുപോലെ വറുത്ത് ഈ ലെവലിലായിട്ടാകുമ്പോൾ നമുക്കിനി ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു പാട്ടയും കുറച്ചും ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം. ഇനി നമുക്കതൊന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഒന്ന് തെറിച്ച് വെച്ചിട്ടുണ്ടേ, അതൊന്ന് വൃത്തിയാക്കി വരാം. ഇതുപോലെ ഇനി മിക്സാക്കിയിട്ട് നമുക്കൊരു മൂടി വെച്ച് അടച്ച് വെച്ച് കൊടുക്കാം. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കറിയൊന്ന് നല്ലോണം തിളച്ച് വറ്റി വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇവിടെ കറി റെഡി ആയിനെ. പിന്നെ ബീഫിൻ്റെ വേവ് പോലെ ആയിരിക്കുമല്ലോ. ഇത് വേഗം വേകുന്ന ടൈപ്പ് ബീഫാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.